ഹലോ എവരിവൺ, വെൽക്കം ടു CA സമ്മിറ്റ്. ഞാൻ അനുജ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫെബ്രുവരി 2025 നാഷണൽ ന്യൂസ് ആണ് നോക്കാൻ പോകുന്നത്. എല്ലാവരും ജനുവരിയിലെ കറണ്ട് അഫയേഴ്സ് വീഡിയോ കണ്ടു കഴിഞ്ഞെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിലെ ജനുവരി 2025 പ്ലേലിസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. കൂടാതെ നിങ്ങൾക്ക് കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ടെലിഗ്രാം ചാനലും ഇൻസ്റ്റാഗ്രാം പേജും ഫോളോ ചെയ്യുക. രണ്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നമുക്കപ്പോൾ നാഷണൽ ന്യൂസ് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ് ഇന്ത്യൻ റെയിൽവേ ലോഞ്ച് ചെയ്ത ഒരു ആപ്പിനെ പറ്റിയിട്ടാണ്. ആപ്പിന്റെ പേര് സ്വറെയിൽ. സ്വറെയിൽ സൂപ്പർ ആപ്പ് ഫോർ സീംലെസ് ട്രാവൽ. നമുക്ക് എന്താണ് ഈ സ്വറെയിൽ ആപ്പ് എന്ന് നോക്കാം. സോ ഈ ആപ്പ് ഡെവലപ്പ് ചെയ്തത് സെന്റർ ഫോർ റെയിൽവേ ഇൻഫർമേഷൻ സിസ്റ്റം CIRS. അവരാണ് ഈ ആപ്പ് ഇന്ത്യൻ റെയിൽവേക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തത്. ഈ ആപ്പിൽ എന്തൊക്കെയാണ് ഉള്ളത്? റിസർവ് ടിക്കറ്റ് ബുക്കിംഗ്സ്, അൺറിസർവ് ടിക്കറ്റ് ബുക്കിംഗ്സ്, പ്ലാറ്റ്ഫോം ടിക്കറ്റ് ബുക്കിംഗ്സ്, പിന്നെ പാർസൽ എൻക്വയറീസ്, PNR സ്റ്റാറ്റസ് എൻക്വയറീസ്, ദെൻ ഫുഡ് ഓർഡറിങ്, പിന്നെ കംപ്ലയിൻസിനൊക്കെ വേണ്ടിയിട്ട് ഒരു റെയിൽ മദത്. ഇതെല്ലാം ഇപ്പോൾ ഒരു ഒറ്റ ആപ്പിലാണ് നമുക്ക് കിട്ടുന്നത്. നേരത്തെ ഇത് പല പല ആപ്പിലാണ് നമ്മൾ ഈ സർവീസ് ഒക്കെ അവൈൽ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഒരൊറ്റ ആപ്പിലൂടെ ഇന്ത്യൻ റെയിൽവേയുടെ ഈ എല്ലാ സർവീസും കിട്ടും. സോ ആപ്പിന്റെ പേരെന്താണ്? സ്വറെയിൽ. നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം. ലോക്സഭ എക്സ്പാൻഡ്സ് ട്രാൻസ്ലേഷൻ സർവീസ് ടു 6 more ലാംഗ്വേജസ്. സോ ലോക്സഭയിൽ ഹിന്ദിയും ഇംഗ്ലീഷും കൂടാണ്ട് ട്രാൻസ്ലേഷൻ ലാംഗ്വേജസ് ഉണ്ടായിരുന്നു. ഒരു 6 പുതിയ ട്രാൻസ്ലേഷൻ ലാംഗ്വേജസ് ആഡ് ചെയ്തേക്കാണ്. അപ്പൊ ഏതൊക്കെയാ ലാംഗ്വേജസ് എന്ന് നോക്കാം. ബോഡോ. ബോഡോ എന്ന് പറയുന്നത് നമ്മുടെ ആസാമിലെ ഒരു ലാംഗ്വേജ് ആണ്. പിന്നെ ഡോഗ്രി. ഡോഗ്രി എന്ന് പറയുന്നത് ഹിമാചൽ പ്രദേശ്, പഞ്ചാബ്, പിന്നെ ജമ്മു ആൻഡ് കാശ്മീർ റീജിയൻസിലുള്ള ഒരു ലാംഗ്വേജ് ആണ്. പിന്നെ മൈഥിലി എന്ന് പറയുന്ന ലാംഗ്വേജ് ഉണ്ട്. അത് നമ്മുടെ ബീഹാർ, ജാർഖണ്ഡ് ഏരിയാസിലുള്ള ലാംഗ്വേജ് ആണ്. പിന്നെ മണിപ്പൂരിലെ മണിപ്പൂരി ലാംഗ്വേജ് ഉണ്ട്, ഉറുദു ഉണ്ട്, സാൻസ്ക്രിറ്റ് ഉണ്ട്. ഈ 6 ലാംഗ്വേജസ് ആണ് പുതുതായിട്ട് ആഡ് ചെയ്ത ട്രാൻസ്ലേഷൻ ലാംഗ്വേജസ്. ഓൾറെഡി ഒരു 12 ലാംഗ്വേജസ് ഉണ്ടായിരുന്നു. ഏതൊക്കെയാണ്? ആസാമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, നമ്മുടെ മലയാളം, മറാത്തി, ഒഡിയ, പഞ്ചാബി, തമിഴ്, തെലുങ്കു. ഇത്രയും ലാംഗ്വേജസ് ഓൾറെഡി ഉണ്ടായിരുന്നു, ഹിന്ദി ഇംഗ്ലീഷും കൂടാതെ തന്നെ. സോ ഈ 6 ലാംഗ്വേജസ് കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത ന്യൂസ് നോക്കാം. പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇനാഗ്രേറ്റഡ് ആദി മഹോത്സവ് 2025 ഓൺ ഫെബ്രുവരി 16. നമ്മുടെ പ്രസിഡന്റ് ആദി മഹോത്സവ് ഇനാഗ്രേറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. സോ എന്താണ് ഈ ആദി മഹോത്സവ് എന്ന് നോക്കാം. ആദി മഹോത്സവ് എന്ന് പറയുന്നത് ഒരു ആനുവൽ നാഷണൽ ട്രൈബൽ ഫെസ്റ്റിവൽ ആണ്. ഇത് എവിടെ നടന്നത്? ന്യൂഡൽഹിയിലെ മേജർ ധ്യാൻചന്ദ് സ്റ്റേഡിയത്തിൽ. പിന്നെ ഇത് ഓർഗനൈസ് ചെയ്തത് ട്രൈബൽ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ് ഡെവലപ്മെന്റ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, ട്രൈഫെഡ്. സോ ഈ ട്രൈഫെഡ് ആണ് ഈ ആദി മഹോത്സവം ഓർഗനൈസ് ചെയ്തത്. സോ ഇനി ട്രൈഫെഡ് എന്താ നമുക്ക് നോക്കാം. ട്രൈഫെഡ് മിനിസ്ട്രി ഓഫ് ട്രൈബൽ അഫയേഴ്സിന് അണ്ടറിലാണ് വരുന്നത്. ട്രൈബൽസിന്റെ ഹാൻഡിക്രാഫ്റ്റ്സ്, നാച്ചുറൽ പ്രൊഡക്ട്സ്, അതിൻ്റെയൊക്കെ ഡെവലപ്മെന്റും മാർക്കറ്റിംഗിലാണ് ഈ ട്രൈഫെഡ് മെയിൻ ആയിട്ട് എൻഗേജ് ചെയ്യുന്നത്. ഇത് 1987 ട്രൈഫെഡ് ഫൗണ്ട് ചെയ്തത്. അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ന്യൂഡൽഹിയിലാണ്. സോ ട്രൈഫെഡ് ഓർഗനൈസ് ചെയ്ത ഫെസ്റ്റിവലിന്റെ പേരെന്താണ്? ആദി മഹോത്സവ്. അടുത്തൊരു വൺലൈനർ ന്യൂസ് ആണ്. ഗവൺമെന്റ് അനൗൺസസ് 100 rupee കൊമമറേറ്റീവ് കോയിൻ ഓണറിംഗ് മുഹമ്മദ് റാഫീസ് ലെഗസി. നമ്മുടെ ഗവൺമെന്റ് ഒരു 100 rupeeന്റെ കോയിൻ അനൗൺസ് ചെയ്തേക്കാണ്. എന്തിനാണ്? മുഹമ്മദ് റാഫി, ഇന്ത്യൻ പ്ലേബാക്ക് സിംഗർ ആയിട്ടുള്ള ലെജൻഡറി മുഹമ്മദ് റാഫി, അദ്ദേഹത്തിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് 100 rupee കോയിൻ ഗവൺമെന്റ് അനൗൺസ് ചെയ്തു. സോ ആർക്ക് വേണ്ടിയിട്ടാണെന്ന് ജസ്റ്റ് ഓർത്തിരിക്കുക, മുഹമ്മദ് റാഫിക്ക് വേണ്ടിയിട്ട്. അടുത്ത ന്യൂസ് നോക്കാം. യൂണിയൻ റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്റർ ശിവരാജ് സിംഗ് ചൗഹാൻ ലോഞ്ച്ഡ് വാട്ടർഷെഡ് യാത്ര. സോ നമ്മുടെ യൂണിയൻ മിനിസ്റ്റർ ആയിട്ടുള്ള ശിവരാജ് സിംഗ് ചൗഹാൻ വാട്ടർഷെഡ് യാത്ര ലോഞ്ച് ചെയ്തു എന്നാണ് പറയുന്നത്. സോ എന്താണ് ഈ വാട്ടർഷെഡ് യാത്ര എന്ന് നോക്കാം. വാട്ടർഷെഡ് യാത്ര എന്ന് പറയുന്നത് ഒരു പ്രോഗ്രാമാണ്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസ്, അതിന്റെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ബൂസ്റ്റ് ചെയ്യുക, അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക, അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു നാഷണൽ മാസ് ഔട്ട്റീച്ച് ക്യാമ്പയിൻ ആണ് ഈ വാട്ടർഷെഡ് യാത്ര. അപ്പോൾ ഈ വാനൊക്കെ ഒരുപാട് വാനൊക്കെ ഇങ്ങനെ ഒരുപാട് സ്ഥലത്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ഒരു അവയർനെസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. 26 സ്റ്റേറ്റ്സും 2 യൂണിയൻ ടെറിട്ടറീസും ഈ വാൻസ് കവർ ചെയ്യുന്നുണ്ട്. സോ അതിന്റെ തീം എന്ന് പറഞ്ഞാൽ ജൽ ലായേ ധൻ ധാന്യ. അതിന്റെ അർത്ഥം വരുന്നത് വെള്ളം സമ്പത്തും അനുഗ്രഹവും നൽകുന്നു എന്നാണ് ആ തീമിന്റെ അർത്ഥം വരുന്നത്. ദെൻ നമ്മൾ പറഞ്ഞു അതിന്റെ എയിം എന്താണ്? വാട്ടർഷെഡ് ഡെവലപ്മെന്റ് ആക്ടിവിറ്റീസിന്റെ പബ്ലിക് പാർട്ടിസിപ്പേഷൻ ബൂസ്റ്റ് ചെയ്യുക, അതിന്റെ അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഇത് PM കൃഷി സിഞ്ചായി യോജനയുടെ അണ്ടറിലാണ് വാട്ടർഷെഡ് യാത്ര വരുന്നത്.
PM കൃഷി സിഞ്ചായി യോജന എന്ന് പറയുന്നത് വാട്ടർ കൺസർവേഷനും മാനേജ്മെന്റിനും ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്കീമാണ്. അപ്പൊ നമുക്ക് അടുത്ത ന്യൂസ് നോക്കാം. ശിവരാജ് സിംഗ് ചൗഹാൻ ടു ഇനാഗുറേറ്റ് നക്ഷ പ്രോഗ്രാം ഫോർ അർബൻ ലാൻഡ് സർവേ. സോ ശിവരാജ് സിംഗ് ചൗഹാൻ നക്ഷ പ്രോഗ്രാം ഇനാഗുറേറ്റ് ചെയ്യുന്ന പറയുന്നത്. എന്തിനു വേണ്ടിയിട്ടുള്ള പ്രോഗ്രാമാണ് നക്ഷ? അർബൻ ലാൻഡ് സർവേ. സോ നമുക്ക് നക്ഷയെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? നാഷണൽ ജിയോ സ്പേഷ്യൽ നോളജ് ബേസ്ഡ് ലാൻഡ് സർവേ ഓഫ് അർബൻ ഹാബിറ്റേഷൻസ് എന്നാണ് നക്ഷയുടെ ഫുൾ ഫോം വരുന്നത്. അതിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലാൻഡ് സർവേ കുറച്ച് മോഡേണൈസ് ചെയ്യുക, ലാൻഡ് സർവേയുടെ ഡോക്യുമെന്റ്സ് ഒക്കെ ആക്യുറേറ്റ് ആണോ എന്ന് എൻഷുർ ചെയ്യുക, പിന്നെ അർബൻ പ്ലാനിങ് ഇംപ്രൂവ് ചെയ്യുക, ലാൻഡ് റിലേറ്റഡ് ഡിസ്പ്യൂട്ട്സ് ഒക്കെ റെഡ്യൂസ് ചെയ്യുക. ഇത്രയും ലക്ഷ്യത്തോടെയാണ് നക്ഷ വന്നേക്കുന്നത്. സോ നക്ഷ പ്രോഗ്രാം എന്തിനു വേണ്ടിയിട്ടാണ്? ലാൻഡ് സർവേക്ക് വേണ്ടിയിട്ട്. അടുത്ത ന്യൂസ്, PM മോദി വെർച്വലി ഇനാഗ്രേറ്റ്സ് ഇന്ത്യ എനർജി വീക്ക് 2025. നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യ എനർജി വീക്ക് ഇനാഗ്രേറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. സോ ഇന്ത്യ എനർജി വീക്ക് എന്താ നോക്കാം. ഇന്ത്യ എനർജി വീക്ക് എന്ന് പറഞ്ഞത് വേൾഡിലെ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് എനർജി ഇവന്റ് ആണ്. അതിന്റെ 3rd എഡിഷൻ ആണ് ഇപ്പൊ നടക്കുന്നത്. എവിടെയാണ് നടക്കുന്നത്? ന്യൂഡൽഹിയിലെ യശോഭൂമി, ദ്വാരകയിലെ യശോഭൂമിയിലാണ് ഇന്ത്യ എനർജി വീക്ക് 2025 നടക്കുന്നത്. പിന്നെ മിനിസ്ട്രി ഓഫ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസിന് അണ്ടറിലാണ് ഈ ഇന്ത്യ എനർജി വീക്ക് വരുന്നത്. ദെൻ ഈ വർഷത്തെ പ്രിൻസിപ്പൽ പാർട്ണർ ONGCയും ഇന്റർനാഷണൽ പാർട്ണർ ടോട്ടൽ എനർജീസും ആണ്. പിന്നെ ഇതിന്റെ എയിം എന്ന് പറഞ്ഞാൽ ഗ്ലോബൽ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ ഐഡിയ എക്സ്ചേഞ്ച് അത് ഫെസിലിറ്റേറ്റ് ചെയ്യുക, പിന്നെ കീ എനർജി പ്രോജക്ട്സിലെ കൊളാബറേഷൻ ഒക്കെ എൻകറേജ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ എനർജി വീക്ക് 2025 ഓർഗനൈസ് ചെയ്തേക്കുന്നത്. അടുത്ത ന്യൂസ് നോക്കാം. കൗൺസിൽ ഫോർ ലെതർ എക്സ്പേർട്ട് CLE. കൗൺസിൽ ഫോർ ലെതർ എക്സ്പേർട്ട് ഓർഗനൈസ്ഡ് 6 Deluxe 2025 ഇൻ ന്യൂഡൽഹി. സോ ഡിലക്സ് 2025യുടെ 6ാമത്തെ എഡിഷൻ കൗൺസിൽ ഫോർ ലെതർ എക്സ്പേർട്സ് ഓർഗനൈസ് ചെയ്തേക്കാണ്. സോ എന്താണ് ഈ ഡിലക്സ് 2025 നോക്കാം. ഡിലക്സ് എന്ന് വെച്ചാൽ എന്താണ്? ഡൽഹി ഇന്റർനാഷണൽ ലെതർ എക്സ്പോ. അതൊരു B2B ഇവന്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ലെതറിന്റെ മാനുഫാക്ചേഴ്സ്, എക്സ്പോർട്ടേഴ്സ് അവർക്കൊരു പ്ലാറ്റ്ഫോം പ്രൊവൈഡ് ചെയ്യുകയാണ് ഡിലക്സിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. നമ്മുടെ ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യയുടെ പ്രസൻസ് ഫോർട്ടിഫൈ ചെയ്യുക, പിന്നെ എക്സ്പോർട്സ് എൻഹാൻസ് ചെയ്യുക, എംപ്ലോയ്മെന്റ് ക്രിയേറ്റ് ചെയ്യുക, അതൊക്കെയാണ് ഈ ഡിലക്സ് 2025യുടെ എയിം. സോ എന്താണ് ഡിലക്സ്? ഡൽഹി ഇന്റർനാഷണൽ ലെതർ എക്സ്പോ. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. 8th എഡിഷൻ ഓഫ് പരീക്ഷാ പേ ചർച്ച. പരീക്ഷാ പേ ചർച്ച എന്ന് പറയുന്നത് ഒരു ആനുവൽ ഇവന്റ് ആണ്. ഓർഗനൈസ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ്. ഇതിൽ 6th to 12th ക്ലാസ് സ്റ്റുഡൻസ് അവർക്ക് എക്സാം സമയമൊക്കെ ആകുമ്പോൾ അവരുടെ സ്ട്രെസ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുന്ന ഒരു ചർച്ച പോലെ, അതാണ് ഈ പരീക്ഷാ പേ ചർച്ച. അത് ഹോസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള നരേന്ദ്രമോദിയാണ്. ആൻഡ് ഇത് 2018 തൊട്ടാണ് ഇത് തുടങ്ങിയത്. ആൻഡ് ഇപ്പോൾ അതിന്റെ 8th എഡിഷൻ ആണ് നടക്കുന്നത്. അതാണ് പരീക്ഷാ പേ ചർച്ച. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. 12th ഓൾ ഇന്ത്യ പെൻഷൻ അദാലത്ത് ഹെൽഡ് ഇൻ ന്യൂഡൽഹി ഫോർ റിസോൾവിംഗ് പെൻഡിങ് കേസസ്. അപ്പോൾ 12th എഡിഷൻ ഓഫ് ഓൾ ഇന്ത്യ പെൻഷൻ അദാലത്ത് നടന്നേക്കാണ് ന്യൂഡൽഹിയിൽ. സോ അതിനെപ്പറ്റി നമുക്ക് നോക്കാം. ഓൾ ഇന്ത്യ പെൻഷൻ അദാലത്ത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെൻഷൻ ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയറിന്റെ അണ്ടറിലാണ് വരുന്നത്. ആൻഡ് ചെയർമാൻഷിപ്പ് ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആയിരുന്നു. എന്താ നടക്കുന്നതെന്ന് വെച്ചാൽ 120 ദിവസത്തിന് മേലെയുള്ള പെൻഡിങ് കേസ് അതിന്റെ റിഡ്രസൽ, അതാണ് ഓൾ ഇന്ത്യ പെൻഷൻ അദാലത്തിൽ നടക്കുന്നത്. ദെൻ ഫസ്റ്റ് പെൻഷൻ അദാലത്ത് 2017 സ്റ്റാർട്ട് ചെയ്തത്. അടുത്ത ന്യൂസ് നോക്കാം. അടുത്തൊരു വൺ ലൈനർ ന്യൂസ് ആണ്. PM മോദി ഇനാഗുറേറ്റഡ് 98th അഖില ഭാരതീയ മറാത്തി സാഹിത്യ സമ്മേളൻ ഇൻ ന്യൂഡൽഹി. അഖില ഭാരതീയ മറാത്തി സാഹിത്യ സമ്മേളനം നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഇനാഗുറേറ്റ് ചെയ്തേക്കാണ്. എന്താണ് ഈ അഖില ഭാരതീയ മറാത്തി സാഹിത്യ സമ്മേളനം എന്ന് വെച്ചാൽ നമ്മുടെ മറാത്തി റൈറ്റേഴ്സ് അവരുടെ ഒരു കോൺഫറൻസ് പോലെയാണ് അഖില ഭാരതീയ മറാത്തി സാഹിത്യ സമ്മേളൻ. മറാത്തി ലിറ്ററേച്ചർ സെലിബ്രേറ്റ് ചെയ്യാണ് ഇതിലൂടെ അവർ ചെയ്യുന്നത്. സോ അതിന്റെ 98th എഡിഷൻ ആണ് ഇപ്പൊ ന്യൂഡൽഹിയിൽ കഴിഞ്ഞത്. അടുത്ത ന്യൂസ്, PM മോദി ഇനാഗുറേറ്റഡ് ഫസ്റ്റ് എഡിഷൻ ഓഫ് സോൾ ലീഡർഷിപ്പ് കോൺക്ലേവ് ഓൺ February 21st അറ്റ് ഭാരത് മണ്ഡപം. സോ ഭാരത് മണ്ഡപത്തിൽ വെച്ച് നമ്മുടെ പ്രൈം മിനിസ്റ്റർ സോൾ ലീഡർഷിപ്പ് കോൺക്ലേവ് അതിന്റെ ഫസ്റ്റ് എഡിഷൻ ഇനാഗുറേറ്റ് ചെയ്തു. സോ എന്താണ് ഈ സോൾ ലീഡർഷിപ്പ് കോൺക്ലേവ് എന്ന് നമുക്ക് നോക്കാം. സോൾ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്കൂൾ ഓഫ് അൾട്ടിമേറ്റ് ലീഡർഷിപ്പ്, അതാണ് സോളിന്റെ ഫുൾ ഫോം വരുന്നത്. സോ ഒരു കോൺക്ലേവ് ആണ്, 2-day കോൺക്ലേവ് ആണ്. ഇതിൽ എന്താന്ന് വെച്ചാൽ ഭയങ്കര ഡൈവേഴ്സ് ഡൊമൈൻസിൽ നിന്നുള്ള ലീഡേഴ്സ് ഒക്കെ വരികയും അവരുടെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ജേർണീസും
പിന്നെ ലീഡർഷിപ്പ് ഒക്കെ ഡിസ്കസ് ചെയ്യാണ് ഈ കോൺക്ലേവിൽ നടക്കുന്നത്. ആൻഡ് ഈ വർഷം നമ്മൾ പറഞ്ഞു ഫസ്റ്റ് എഡീഷൻ ആയിരുന്നു. ആൻഡ് കീ നോട്ട് ഡെലിവർ ചെയ്ത ആരാണ്? ഭൂട്ടാൻ പ്രൈം മിനിസ്റ്റർ ആയുള്ള ഷെറിംഗ് ടോബ്ഗെ. സോ ആ പേര് ഓർത്ത് വെക്കുക, ഷെറിംഗ് ടോബ്ഗെ. അടുത്ത ന്യൂസ് നോക്കാം. ജൻജാതി സാംസ്കൃതിക് സമാഗം 2025 ഹെൽഡ് അറ്റ് മഹാകുംഭ്. സോ എന്താണ് ഈ ജൻജാതി സാംസ്കൃതിക് സമാഗം എന്ന് നമുക്ക് നോക്കാം. ഇതെന്ന് പറഞ്ഞാൽ ഒരു 6-day ഇവന്റ് ആണ്. പ്രയാഗ്രാജിലാണ് നടക്കുന്നത്. ട്രൈബൽസിന്റെ കൾച്ചറും ട്രഡീഷനും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ള എയിമോടെയാണ് ഈ ഇവന്റ് നടക്കുന്നത്. ആൻഡ് 2025 ജൻജാതിയെ ഗൗരവ് വർഷമായിട്ടാണ് ആചരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ബിർസ മുണ്ട എന്ന് പറയുന്നത് ഒരു ട്രൈബൽ ഇൻഡിപെൻഡൻസ് ആക്ടിവിസ്റ്റ് ആണ്. അദ്ദേഹത്തിന്റെ 150th ബർത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യാനാണ് 2025 നമ്മൾ ജൻജാതിയെ ഗൗരവ് വർഷമായിട്ട് ആചരിക്കുന്നത്. സോ ബിർസ മുണ്ട ആ പേര് ഓർത്തിരിക്കുക. എന്താണ്? ജൻജാതി ഗൗരവ് വർഷ് 2025. അടുത്തൊരു വൺലൈനർ ന്യൂസ് ആണ്. മഹാകുംഭ് അവിടെ ഈ റിവർ ക്ലീനിങ്ങിനായിട്ട് ഒരു 300 സാനിറ്റേഷൻ വർക്കേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് ഇപ്പോൾ ഗിന്നസ് വേൾഡ് റെക്കോർഡ് കിട്ടിയേക്കാണ്. എന്തിനാന്ന് വെച്ചാൽ മഹാകുംഭിൽ നടന്നത് ഫസ്റ്റ് എവർ കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഒരു റിവർ ക്ലീനിങ് ആക്ടിവിറ്റി ആയിരുന്നു. സോ അതിന് ഈ 300 സാനിറ്റേഷൻ വർക്കേഴ്സിന് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ലഭിച്ചിരിക്കുകയാണ്. വീണ്ടും ഒരു റെക്കോർഡ് തന്നെയാണ് മഹാകുംഭിൽ നമ്മൾ കണ്ടാണ് ഏറ്റവും വലിയൊരു ഹ്യൂമൻ ഗ്യാതറിംഗ് ആണ് നടന്നത്. സോ ഓവർ 50 crore ഡിവോട്ടീസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമെന്നാണ് UP ഗവൺമെന്റ് ക്ലെയിം ചെയ്യുന്നത്. സോ അങ്ങനെ വീണ്ടും ഒരു വേൾഡ് റെക്കോർഡ് മഹാകുംഭ് ക്രിയേറ്റ് ചെയ്തേക്കാണ്. അടുത്തത് മഹാകുംഭിൽ നടന്ന ഒരു ക്ലൈമറ്റ് കോൺഫറൻസ് ആണ്. അതിന്റെ തീം എന്ന് പറയുന്നത് ഫെയ്ത്ത് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. അതാണ് ഈ ക്ലൈമറ്റ് കോൺഫറൻസിന്റെ തീം വരുന്നത്. ഇത് പ്രയാഗ്രാജിൽ നടന്നു. ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. അടുത്തത് മഹാകുംഭിൽ നടന്ന ഒരു ഇന്റർനാഷണൽ ബേർഡ് ഫെസ്റ്റിവൽ ഉണ്ട്. അതിന്റെ ന്യൂസ് ആണ്. സോ നേച്ചർ ആൻഡ് ബേർഡ് ഫെസ്റ്റിവൽ 2025 പ്രയാഗ്രാജിലാണ് നടന്നത്. ആൻഡ് അതിന്റെ മാസ്കട്ട് വരുന്നത് നമ്മൾ ഈ ഇമേജിൽ കാണുന്ന ഈ ഒരു ബേർഡ് ആണ്. അതിന്റെ പേര് ഇന്ത്യൻ സ്കിമ്മർ. സോ ഇന്ത്യൻ സ്കിമ്മറിനെ പറ്റി നമുക്ക് നോക്കാം. ഇന്ത്യൻ സ്കിമ്മർ എന്ന് പറയുന്നത് സൗത്ത് ഏഷ്യൻ നേറ്റീവ് ആയിട്ടുള്ള ഒരു ബേർഡ് ആണ്. മെയിൻലി ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇവിടെയൊക്കെയാണ് മെയിൻ ആയിട്ട് ഈ ബേർഡിനെ കാണുന്നത്. നേപ്പാളിലും മ്യാൻമറിലും ഇതിന്റെ ചെറിയ പോപ്പുലേഷൻസ് കാണാറുണ്ട്. പിന്നെ അതിന്റെ IUCN കൺസർവേഷൻ സ്റ്റാറ്റസ് നോക്കിയാൽ എൻഡേഞ്ചേർഡ് ആണ്. ഇനി നമുക്ക് എക്കണോമിക് സർവേ നോക്കാം. ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ എക്കണോമിക് സർവേ പാർലമെന്റിൽ പ്രസന്റ് ചെയ്തു. സോ അതിന്റെ ന്യൂസിലേക്ക് നമുക്ക് പോവാം. സോ എക്കണോമിക് സർവേ 2024-25. എക്കണോമിക് സർവേ എന്ന് പറഞ്ഞാൽ ഒരു ആനുവൽ ഡോക്യുമെന്റ് ആണ്. ഗവൺമെന്റ് പ്രസന്റ് ചെയ്യുന്ന ഒരു ആനുവൽ ഡോക്യുമെന്റ്. യൂണിയൻ ബഡ്ജറ്റിന് ഒരു ദിവസം മുന്നേ ആണ് ഇത് പ്രസന്റ് ചെയ്യുക. ഇതിൽ നമ്മുടെ എക്കണോമിയുടെ സ്റ്റേറ്റ് റിവ്യൂ ചെയ്യാണ് ചെയ്യുന്നത്. അനാലിസിസ് ഓഫ് പാസ്റ്റ് ഇയർ എക്കണോമിക് പെർഫോമൻസ് ആൻഡ് പോളിസി റെക്കമെൻഡേഷൻ. അതായത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ പോളിസി റെക്കമെൻഡേഷനും എക്കണോമിക് പെർഫോമൻസ് ഒക്കെ റിവ്യൂ ചെയ്യും എക്കണോമിക് സർവേയിൽ. 1 day ബിഫോർ യൂണിയൻ ബഡ്ജറ്റ് ആണ് ഇത് പ്രസന്റ് ചെയ്യുക. പിന്നെ ആദ്യമായിട്ട് എക്കണോമിക് സർവേ പ്രസന്റ് ചെയ്തത് 1950-51 ആദ്യം ബഡ്ജറ്റിന്റെ ഒപ്പമായിരുന്നു എക്കണോമിക് സർവേ പ്രസന്റ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ 1964 തൊട്ട് ഇതൊരു സെപ്പറേറ്റ് വോളിയം ആയിട്ടാണ് പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ ഇത് ആരാ പ്രിപ്പയർ ചെയ്യുന്നത്? എക്കണോമിക് സർവേ പ്രിപ്പയർ ചെയ്യുന്നത് എക്കണോമിക് ഡിവിഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് ആണ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മുടെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ഇപ്പം വി അനന്ത നാഗേശ്വരാണ്. അദ്ദേഹത്തിന്റെ സൂപ്പർവിഷനിലാണ് എക്കണോമിക് ഡിവിഷൻ ഓഫ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ് നമ്മുടെ എക്കണോമിക് സർവേ പ്രിപ്പയർ ചെയ്യുന്നത്. പിന്നെ ഈ വർഷത്തെ പ്രൊജക്റ്റഡ് റിയൽ GDP നോക്കിയാൽ 6.4 ആണ്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കുക. പിന്നെ നമുക്ക് സെക്ടറൽ ഗ്രോത്ത് എസ്റ്റിമേറ്റ്സ് ഉണ്ട്. അഗ്രികൾച്ചറിനാണെങ്കിൽ 3.8%, ഇൻഡസ്ട്രിയൽ സെക്ടറിനാണെങ്കിൽ 6.2%, ദെൻ സർവീസ് സെക്ടറിന് 7.2%. പിന്നെ 26 റിയൽ GDP ഗ്രോത്ത് ഫോർകാസ്റ്റ് ബിറ്റ്വീൻ 6.3 ആൻഡ് 6.8 എന്നാണ് പറയുന്നത്. സോ അതും കൂടി നോട്ട് ചെയ്യണം, ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇൻഫ്ലേഷൻ ട്രെൻഡ് നോക്കിയാൽ ഫുഡ് ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 7.5 നിന്ന് 8.4 ഇൻക്രീസ് ചെയ്യും ഫുഡ് ഇൻഫ്ലേഷൻ എന്നാണ് എക്കണോമിക് സർവേയിൽ പറയുന്നത്. പിന്നെ ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റിന്റെ ട്രെൻഡ് നോക്കിയാൽ 17.9% ഗ്രോത്ത് ആണ് പറയുന്നത്. ദെൻ അൺഎംപ്ലോയ്മെന്റ് നോക്കിയാൽ ഡിക്രീസ് ചെയ്യുമെന്നാണ് പറയുന്നത്. 6% നിന്ന് 3.2% ആവുമെന്നാണ് പറയുന്നത്. പിന്നെ
റിന്യൂവബിൾ എനർജി ആൻഡ് ഗ്രീൻ ഇൻവെസ്റ്റ്മെന്റ് അതിന്റെ അണ്ടറിൽ കുറച്ച് സ്കീമൊക്കെ വരുന്നുണ്ട്. ഏതൊക്കെയാണ്? PM സൂര്യഗർ മുഫ്ത് ബിജ്ലി യോജന, നാഷണൽ ബയോ എനർജി പ്രോഗ്രാം, നാഷണൽ ഗ്രീൻ ഹൈഡ്രജൻ മിഷൻ, PM കുസും. ഇതൊക്കെ നമ്മുടെ റിന്യൂവബിൾ എനർജി ആൻഡ് ഗ്രീൻ ഇൻവെസ്റ്റ്മെന്റ് അണ്ടറിൽ എക്കണോമിക് സർവേയിൽ പറയുന്നുണ്ട്. അത്രയായിരുന്നു എക്കണോമിക് സർവേ. ഇനി നമുക്ക് ബഡ്ജറ്റിലേക്ക് പോവാം. ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ പ്രസന്റഡ് യൂണിയൻ ബഡ്ജറ്റ് 25-26 ഇൻ ലോക്സഭ. സോ ലോക്സഭയിൽ നമ്മുടെ യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തു. സോ നമുക്ക് അതിലേക്ക് പോവാം. ആദ്യം എന്താണ് യൂണിയൻ ബഡ്ജറ്റ് നോക്കാം. യൂണിയൻ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മുടെ അപ്കമിങ് ഫിസിക്കൽ ഇയറിലെ റവന്യൂ എക്സ്പെൻഡിച്ചർ ഒക്കെ കാണിക്കുന്ന ഒരു ഡീറ്റെയിൽഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ് യൂണിയൻ ബഡ്ജറ്റ്. ഇത് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? ബഡ്ജറ്റ് ഡിവിഷൻ അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്. നമ്മൾ എക്കണോമിക് സർവേയുടെ കാര്യം പറഞ്ഞായിരുന്നു. എക്കണോമിക് സർവേ പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? എക്കണോമിക് ഡിവിഷൻ അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്. ബഡ്ജറ്റ് പ്രിപ്പയർ ചെയ്യുന്നത് ബഡ്ജറ്റ് ഡിവിഷൻ ആണ്. ബഡ്ജറ്റ് ഡിവിഷൻ അണ്ടർ ഡിപ്പാർട്ട്മെന്റ് ഓഫ് എക്കണോമിക് അഫയേഴ്സ്. യൂണിയൻ ബഡ്ജറ്റ് ആനുവലി 1st ഫെബ്രുവരിയിലാണ് എപ്പോഴും പ്രസന്റ് ചെയ്യുക. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ അണ്ടറിൽ ഈ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഏത് ആർട്ടിക്കിളിലാണ്? ആർട്ടിക്കിൾ 112. പിന്നെ ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റിന് ഒരു പ്രത്യേകതയുണ്ട്, ഒരു റെക്കോർഡാണ്. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ ഒരു റെക്കോർഡ് സ്ഥാപിച്ചിട്ടുണ്ട്. എന്താന്ന് വെച്ചാൽ 8th കോൺസിക്യൂട്ടീവ് യൂണിയൻ ബഡ്ജറ്റ്, ഏറ്റവും കൂടുതൽ തവണ കോൺസിക്യൂട്ടീവ് ആയിട്ട് യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്യുന്ന ആളായിട്ട് നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ നിർമ്മല സീതാരാമൻ മാറിയിരിക്കുകയാണ്. സോ 8th കോൺസിക്യൂട്ടീവ് യൂണിയൻ ബഡ്ജറ്റ് ആണ് അദ്ദേഹം പ്രസന്റ് ചെയ്യുന്നത്. പിന്നെ ഈ വർഷത്തെ യൂണിയൻ ബഡ്ജറ്റിന്റെ ഡ്യൂറേഷൻ നോക്കിയാൽ 1 hour and 40 minutes ആണ്. പിന്നെ മെയിൻ ആയിട്ട് യൂണിയൻ ബഡ്ജറ്റിൽ 4 engines ഓഫ് ഡെവലപ്മെന്റ് എന്ന് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏതൊക്കെയാ? അഗ്രികൾച്ചർ, MSME, മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ്, പിന്നെ ഇൻവെസ്റ്റ്മെന്റ്, എക്സ്പോർട്ട്. ഇത് എൻജിൻസ് ഓഫ് ഡെവലപ്മെന്റ് എന്ന് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്ത് പറയുന്നുണ്ട്. അത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ യൂണിയൻ ബഡ്ജറ്റ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഗരീബ്, പൂർ ആയിട്ടുള്ള ആൾക്കാർ, ദെൻ യൂത്ത്, ഫാമേഴ്സ്, ദെൻ വിമൻ, ഇത്ര ആൾക്കാരെയാണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പിന്നെ യൂണിയൻ ബഡ്ജറ്റിന്റെ തീം വരുന്നത് എന്താണ്? സബ്കാ വികാസ്. സബ്കാ വികാസ് എന്ന് വെച്ചാൽ എല്ലാ റീജിയനിലും എല്ലാവരുടെയും ഡെവലപ്മെന്റ്, അതാണ് സബ്കാ വികാസ്. സോ യൂണിയൻ ബഡ്ജറ്റ് 25-26ന്റെ തീം എന്താണ്? സബ്കാ വികാസ്. മൊറാർജി ദേശായി, അദ്ദേഹത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അദ്ദേഹമാണ് ഏറ്റവും കൂടുതൽ തവണ ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തിട്ടുള്ള ഒരു ഫിനാൻസ് മിനിസ്റ്റർ. 10 തവണയാണ് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തേക്കുന്നത്. നമ്മളിപ്പോൾ നിർമ്മല സീതാരാമന്റെ കാര്യം പറഞ്ഞായിരുന്നു, 8th തവണ കോൺസിക്യൂട്ടീവ് ആയിട്ടായിരുന്നു അദ്ദേഹത്തിന് കിട്ടിയ റെക്കോർഡ്. പക്ഷെ ഏറ്റവും കൂടുതൽ തവണ ഇങ്ങനെ ബ്രേക്കോട് കൂടി നിർമ്മല സീതാരാമൻ കോൺസിക്യൂട്ടീവ് ആയിട്ടാണ് ചെയ്തത്. ഇങ്ങനെ കൂടുതൽ തവണ വന്നേക്കുന്നത് മൊറാർജി ദേശായി ആണ്. പിന്നെ ലോങ്സ്റ്റ് ബഡ്ജറ്റ് സ്പീച്ച്, ഏറ്റവും കൂടുതൽ ഡ്യൂറേഷൻ എടുത്ത് അതിന്റെ സ്പീച്ച് നടത്തിയത് ആരാണ്? അതും നിർമ്മല സീതാരാമൻ തന്നെ. 2020-21 യൂണിയൻ ബഡ്ജറ്റ് പ്രസന്റേഷനിലാണ് 2 hours and 42 minutes എടുത്ത് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തത്. പിന്നെ ഏറ്റവും ഷോർട്ടസ്റ്റ് ബഡ്ജറ്റ് സ്പീച്ച് ആരുടെയാന്ന് നോക്കിയാൽ ആരുടെയാണ്? ഹിരുഭായ് മുജ്ലിഭായ് പട്ടേൽ. അദ്ദേഹമാണ് ഏറ്റവും ഷോർട്ടസ്റ്റ് ടൈം എടുത്ത് ബഡ്ജറ്റ് പ്രസന്റ് ചെയ്തത്. ജസ്റ്റ് 800 വേർഡ്സേ ഉള്ളായിരുന്നു. അതൊരു ഇന്ററിം ബഡ്ജറ്റ് സ്പീച്ച് ആയിരുന്നു 1977. അടുത്തത് നമുക്ക് യൂണിയൻ ബഡ്ജറ്റിന്റെ ഹൈലൈറ്റ്സ് ജസ്റ്റ് നോക്കാം. ടോട്ടൽ റെസീപ്റ്റ്സ് വരുന്നത് 34.96 lakh crore. Then total expenditure 50.65 lakh crore. Then net tax receipts വരുന്നത് 28.37 lakh crore. Then fiscal deficit വരുന്നത് 4.4% of GDP. പിന്നെ ഗ്രോസ് മാർക്കറ്റ് ബോറോയിങ്സ് നോക്കിയാൽ 14.82 lakh crore. പിന്നെ നമ്മൾ ഈ ബഡ്ജറ്റിൽ ഹൈലൈറ്റ് ആയിട്ടൊരു കാര്യം പറഞ്ഞായിരുന്നു, നമുക്ക് 12 lakh വരെ ഇൻകം വരുന്ന ആൾക്കാർക്ക് ഇൻകം ടാക്സിൽ നിന്ന് അവരുടെ നെറ്റ് ഇൻകം ടാക്സ് 0 ആകുന്നെന്ന് നമ്മൾ പറഞ്ഞിരുന്നു. സോ 12 lakhs വരെ ഇൻകം ഉള്ള ആൾക്കാർക്കാണ് അവരുടെ ഫൈനൽ ടാക്സ് ലയബിലിറ്റി 0 ആണ്. പിന്നെ നമ്മൾ പറഞ്ഞായിരുന്നു 4 engines ഓഫ് ഡെവലപ്മെന്റ്, അതിൽ ഓരോന്ന് നോക്കാം. ഫസ്റ്റ് വൺ അഗ്രികൾച്ചർ ആണ്. സോ അഗ്രികൾച്ചറിൽ ആത്മനിർഭര ഇൻ പൾസസ്. ദെൻ ബീഹാറിനൊരു മഖാന ബോർഡ്, മഖാനയുടെ ഏറ്റവും പ്രൊഡക്ഷൻ നടത്തുന്നത് ബീഹാറാണ്. സോ അവർക്കൊരു മഖാന ബോർഡ്. ദെൻ നാഷണൽ മിഷൻ ഓൺ ഹൈ യീൽഡിംഗ് സീഡ്സ്. ദെൻ മിഷൻ ഫോർ കോട്ടൺ പ്രൊഡക്ടിവിറ്റി. പിന്നെ ഒരു സ്കീമുണ്ട് പ്രൈം മിനിസ്റ്റർ ധൻധാന്യ കൃഷി യോജന. ഇത്രയും ഇനീഷ്യേറ്റീവ്സ് നമ്മുടെ അഗ്രികൾച്ചറിന് വേണ്ടി പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. അടുത്ത എഞ്ചിൻ ഓഫ് ഡെവലപ്മെന്റ് ഏതായിരുന്നു? MSME. MSME എന്താണ്? മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എന്റർപ്രൈസ്. സോ MSMEക്ക് ഒരു പുതിയ ഡെഫിനിഷൻ തന്നെ വന്നേക്കുവാണ്. നമുക്ക് നോക്കാം.
നേരത്തെ ഈ മൈക്രോ എന്റർപ്രൈസിന്റെ ഇൻവെസ്റ്റ്മെന്റ് റേഞ്ച് എന്ന് പറയുന്നത് 1 crore ആയിരുന്നു. ഇപ്പൊ അത് റിവൈസ് ചെയ്ത് 2.5 crore മാറ്റി. അതിന്റെ ടേൺ ഓവർ 5 crore ആയിരുന്നു, അതിപ്പോ 10 crore മാറ്റി. ദെൻ സ്മോൾ എന്റർപ്രൈസ് നോക്കിയാൽ 10 crore 25 crore റിവൈസ് ചെയ്തു. ദെൻ അതിന്റെ ടേൺ ഓവർ 50 crore 100 crore റിവൈസ് ചെയ്തു. ദെൻ മീഡിയം എന്റർപ്രൈസ് നോക്കിയാൽ ഇൻവെസ്റ്റ്മെന്റ്സ് 50 crore 125 crore ദെൻ ടേൺ ഓവർ 250 crore 500 crore റിവൈസ് ചെയ്തു. ഇനി നമുക്ക് ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ്സ് നോക്കിയാൽ ജൽ ജീവൻ മിഷൻ എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ്, 2028 വരെ എക്സ്റ്റെൻഡ് ചെയ്തേക്കാണ് 100% കവറേജോടുകൂടി. ദെൻ 1 lakh crore അർബൻ ചാലഞ്ച് ഫണ്ടിന് വേണ്ടിയിട്ട് കൊടുത്തേക്കാണ്. ഈ സിറ്റി ആസ് ഗ്രോത്ത് ഹബ്സ്, ദെൻ ക്രിയേറ്റീവ് റീഡെവലപ്മെന്റ്, വാട്ടർ ആൻഡ് സാനിറ്റേഷൻ അതുപോലുള്ള ഇനിഷ്യേറ്റീവ്സിനെല്ലാം കൂടി ഒരു 1 lakh crore പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. ദെൻ ന്യൂക്ലിയർ എനർജി മിഷനും റിസർച്ചിനും ഒക്കെ ആയിട്ട് ഒരു 20,000 crore പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എക്സ്പോർട്സ് നോക്കിയാൽ നമ്മൾ പറഞ്ഞു 4 എൻജിൻസ് ആയിരുന്നു: അഗ്രികൾച്ചർ, MSME, ഇൻവെസ്റ്റ്മെന്റ്സ് ആൻഡ് എക്സ്പോർട്ട്. അതിൽ എക്സ്പോർട്സ് നോക്കിയാൽ ഭാരത് ട്രേഡ് നെറ്റ്, യൂണിഫൈഡ് ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഇന്റർനാഷണൽ ട്രേഡിന് വേണ്ടിയിട്ട് ഒരു യൂണിഫൈഡ് ആയിട്ടുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അതാണ് ഭാരത് ട്രേഡ് നെറ്റ്. പിന്നെ ഗ്ലോബൽ സപ്ലൈ ചെയിൻ ഇന്റഗ്രേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ FDI ഇൻഷുറൻസ് സെക്ടർ നോക്കിയാൽ 74% 100% ഇൻക്രീസ് ചെയ്തു. ഇനി നമുക്ക് റെയിൽവേ ബഡ്ജറ്റ് അത് നോക്കിയാൽ 2.65 lakh crore ബഡ്ജറ്റ് റെയിൽവേക്ക് വേണ്ടി, റെയിൽവേക്ക് വേണ്ടിയിട്ട് യൂണിയൻ ബഡ്ജറ്റിൽ അലോക്കേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ നാഷണൽ ന്യൂസ്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയാൽ ഷെയർ ചെയ്യുക. പിന്നെ ഫെബ്രുവരിയിലെ ബാക്കി ടോപ്പിക്സ് നമ്മൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. ഓക്കെ, താങ്ക് യു.